കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചതായ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഞാനൊരു ആലോചന നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത്, 61-ാം സങ്കീർത്തനം. ഇത് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്കതിൻ്റെ തലക്കെട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്: തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ഓൺ എ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്, എ സാം ഓഫ് ഡേവിഡ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, സങ്കീർത്തനക്കാരൻ ദാവീദ് ഒരു വലിയ ഡിസ്ട്രസ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ വലിയൊരു ശോധനയുടെ, ഒരു സോറോയുടെ നടുവിലാണ് താൻ ഈ സങ്കീർത്തനം എഴുതുന്നത്. മാത്രമല്ല, ആ സങ്കടത്തിൻ്റെ, ആ സോറോയുടെ ഒരു അവസാനത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് എൻഡിലായിരിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം രചിക്കുന്നതെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയും. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ വേദനയുടെ അല്ലെങ്കിൽ നിരാശയുടെ അവസാന നിമിഷം താൻ എഴുതുന്ന ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ തനിക്കുണ്ടായി. താൻ വനാന്തരത്തിലായിരുന്ന സമയം മുതൽ തന്നെ തനിക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. When he was a shepherd boy, he used to face different kinds of struggle. After that, when he was been anointed as a king, there was a problem. Of course, there was a persecution from King Saul. And thereafter, when he became king, he again had a persecution from his own son. തൻ്റെ തന്നെ മകനായിരിക്കുന്ന അബ്ശാലോമിൽ നിന്ന് എന്ത് ചെയ്തു? പീഡനങ്ങളുണ്ടായി. അപ്പോൾ David is a man who had a series of persecution, series of struggle, series of problem in his life. എന്നാൽ ദാവീദിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെയൊക്കെ നടുവിൽ he find hope. He find he find a kind of a persistence and hope in Lord, the God he saves. Hallelujah. താൻ ശുശ്രൂഷിക്കുന്ന, താൻ ആരാധിക്കുന്ന, താൻ സെർവ് ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് തനിക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈവൻ ദോ ഹി വാക്സ് ഇൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹിസ് ലൈഫ്, തൻ്റെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപ തൻ്റെ മേൽ അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞു. സോ ആസ് ഐ സെഡ്, ഞാൻ പറഞ്ഞതുപോലെ ഈ സങ്കീർത്തനം ഹി റോട്ട് during the end of his exile from Jerusalem, probably when അബ്സാലോം, തൻ്റെ സ്വന്തം മകൻ അബ്സാലോം has died. അബ്സാലോം മരിച്ചു കഴിഞ്ഞപ്പോൾ താൻ സങ്കടത്തോടും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുതലിനെയും ഓർത്ത് രചിച്ചതായ ഒരു സങ്കീർത്തനമാണ്. എന്താണ് സങ്കടം? തീർച്ചയായിട്ടും എത്ര വലിയ കൊടിയ തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും, എത്ര വലിയ ഘോരമായ പ്രവൃത്തി ചെയ്യുന്നതാണെങ്കിലും, സ്വന്തം മകൻ മരിക്കുമ്പോൾ ഒരു അപ്പൻ എന്തുണ്ടാകും? വേദനയുണ്ടാകും. അബ്ശാലോം, he was very rebellious, he was very rebel to his father King David. ദാവീദിനെതിരെ വളരെ ശക്തമായ പീഡനങ്ങൾ, ശക്തമായ ഉപദ്രവങ്ങൾ, ശക്തമായ യുദ്ധങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്ന അബ്ശാലോം താൻ ഒരു ദിവസം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വിവരം ദാവീദ് അറിയുകയും ദാവീദ് മടങ്ങി യെരൂശലേമിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ സിംഹാസനത്തിലേക്ക് മടങ്ങി വരേണ്ടതായ ആ അവസരത്തിൽ രചിച്ച സങ്കീർത്തനം രചിച്ച് പാടി, മാത്രവുമല്ല തൻ്റെ കയ്യിലുള്ള വാദ്യോപകരണം കൊണ്ട് അതിനെ പാടി ദൈവത്തിന് മഹത്വം കരയേറ്റി. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓൺ എ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്, തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ ദാവീദ്, ഹി വാസ് എ ഗുഡ് മ്യൂസീഷ്യൻ. ഇൻസ്ട്രുമെൻറ്റ്സ്, ഹാർപ്പ് വായിക്കുന്ന, നന്നായിട്ടത് വായിക്കുന്ന ആളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സങ്കീർത്തനം രചിച്ചു കഴിഞ്ഞപ്പോൾ, രചിക്കുന്ന വേളയിൽ തന്നെ താൻ അത് പാടി ദൈവസന്നദ്ധയിൽ തൻ്റെ നന്ദി കരയേറ്റുകയും, അപ്പോൾ തന്നെ സമൃദ്ധമായൊരു തൻ്റെ മാനസിക അനുഭവം, തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അപ്പോൾ തന്നെ ദൈവം തന്നെ വീണ്ടും ദൈവിക നിയോഗത്തിന് വേണ്ടി ഉയർത്തുന്നു എന്നുള്ള ആ വലിയ ദൈവിക വിടുതലിനെ ഓർത്തിട്ട് താൻ ദൈവസന്നദ്ധയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സങ്കീർത്തനം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, എ സോങ്ങായി മാറി അതൊരു വലിയ പ്രൈസ് ദി ലോർഡ് സന്തോഷത്തിൻ്റെ, അല്ലെങ്കിൽ അത് വലിയൊരു സ്തുതിയുടെ, ആരാധനയുടെ അവസ്ഥയായി മാറി.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊന്നും നമുക്ക് ആരാധനയിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ സങ്കടം കൊണ്ട് അവിടെ അങ്ങ് ഇരിക്കും. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഹി ട്രാൻസ്ഫോംഡ് ഓർ ഗോഡ് എനേബിൾഡ് ഹിം ടു ട്രാൻസ്ഫോം ഹിസ് സോറോ ഇൻ ടു പ്രൈസസ്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് 3 ചിന്തകൾ, ആദ്യത്തെ 4 വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ 4 വാക്യങ്ങളിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്, ഹൗ ഡേവിഡ് ട്രാൻസ്ഫോംഡ് ദ സോറോ ഇൻടു പ്രൈസ്. തൻ്റെ ജീവിതത്തിലെ നിരാശ, തൻ്റെ ജീവിതത്തിലെ വേദന, അതെങ്ങനെ താനൊരു ആരാധനയാക്കി ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ വിഷയത്തിലൊരു വിടുതലുണ്ടാകാത്തത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ എൻ്റെ എന്തെങ്കിലും കുറവ് നിമിത്തമാണോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാലാകാലങ്ങളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയങ്ങളെ പകർന്നിട്ട് പോലും എനിക്ക് വിടുതലുണ്ടായിട്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും നിലവിളി ഒരിക്കൽ പോലും ദൈവം കേൾക്കാതിരുന്നിട്ടില്ല. എൻ്റെ ശബ്ദം, നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന നമ്മുടെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നിലവിളിക്ക് അവൻ മറുപടി നൽകി തരും. എത്ര പേർക്ക് ഇന്ന് ഈ രാത്രികാലം വിശ്വസിക്കാൻ കഴിയും? എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി തരും. എൻ്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നു. വേദപുസ്തകത്തിൽ അനവധി ഇടങ്ങളിൽ അത് നമ്മെ ഉറപ്പിക്കുന്നുണ്ട്. യോബിൻ്റെ അനുഭവം നോക്കിയാൽ, യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം എടുത്ത് വായിക്കണ്ട. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും പോകുന്ന വഴികൾ നന്നായിട്ട് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഐ വിൽ കെയർ, ഐ കാസ്റ്റ് യുവർ ആങ്സൈറ്റീസ് അപ്പോൺ മീ. ഹല്ലേലൂയ. ഞാനത് കരുതിക്കോളാം. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഏത് വിഷയവും അർപ്പിച്ചാൽ ദൈവം അതിന് മറുപടി നൽകി തരും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലൊരു എമർജൻസി നമ്പറുണ്ട്. അറിയാമോ എവിടെയാന്ന്? വേദപുസ്തകത്തിലൊരു എമർജൻസി നമ്പർ. നമുക്കറിയാമല്ലോ, പല തലത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും, ഡിസ്ട്രസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എമർജൻസി നമ്പർ ഉപയോഗിക്കാം അല്ലേ? പോലീസിനെ വിളിക്കണമെങ്കിൽ 999 അടിച്ചാൽ പോലീസ് എടുക്കും. പ്രൈസ് ദി ലോർഡ്. ആംബുലൻസ് വേണമെങ്കിൽ 998 വിളിച്ചാൽ ആംബുലൻസ് വരും. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഫയർ വരണമെങ്കിൽ 996 വിളിച്ചാൽ ഫയറിൻ്റെ ആൾക്കാർ വരും. അപ്പോൾ എല്ലാത്തിനും ഒരു എമർജൻസി നമ്പറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഏത് നമ്പറാണ് വിളിക്കേണ്ടതെന്നൊക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ പല നമ്പറുകൾ ഉപയോഗിക്കും. ബൈബിളിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ വിളിക്കേണ്ട നമ്പറാണ് ജെറമ്യ 33:3, 333. പ്രൈസ് ദി ലോർഡ്. 3 ഉണ്ട്. അവിടെ എന്താ വായിക്കുന്നത്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഹല്ലേലൂയ, കോൾ അപ്പ് ടു മീ, ഐ വിൽ ആൻസർ ടു യു. ഞാൻ ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും നിലവിളിച്ച് ദൈവത്തോട് പറയുന്നുവെങ്കിൽ, നിലവിളിച്ച് ദൈവസന്നിധിയിൽ പറയുന്നുവെങ്കിൽ, ഇഫ് യു ഡയൽ ആൻ എമർജൻസി നമ്പർ ടു ദി ലോർഡ്, ദൈവം മുമ്പാകെ ആ എമർജൻസി നമ്പർ ഒന്ന് അയച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി നൽകി തരും. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയുന്നത് വെറുതെ ഒരു പ്രാസത്തിന് പറഞ്ഞു വിട്ടതല്ല. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ ഹല്ലേലൂയ ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ട് ദൈവം എനിക്ക് അത്ഭുതകരമായി വിടുതൽ നൽകി തന്നു, അത്ഭുതകരമായി ദൈവം എന്നെ വഴി നടത്തി? എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ മൈക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് കൈമാറി കൊടുത്താൽ അവിടെ എല്ലാം നിങ്ങൾക്ക് പറയാൻ കഴിയും, അതെ, നിലവിളിച്ചപ്പോൾ ദൈവം എൻ്റെ സ്ഥിതികൾക്ക്, എൻ്റെ അവസ്ഥകൾക്ക് ദൈവം മറുപടി നൽകി തരുന്നു. അതെങ്കിൽ ശരിയാണെങ്കിൽ ഇന്നും എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ ആ ട്രബിൾസം സിറ്റുവേഷനിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് ഹിയർ മീ. എൻ്റെ വാക്കുകൾ, എൻ്റെ നിലവിളി കേൾക്കണമേ. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. മാത്രമല്ല, ആ പ്രാർത്ഥനയിൽ വീണ്ടും കാണുന്ന അടുത്തൊരു പദം, ലോർഡ് ഹെൽപ്പ് മീ. എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണമേ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഐ നീഡ് എ ഹെൽപ്പ്. ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്? ഭൂമിയുടെ അറ്റത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ഭാഷയിൽ ഈ ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിൽ ചെന്ന് നിലവിളിക്കുന്നു എന്നല്ല താൻ അവിടെ ഉദ്ദേശിച്ചത്.
ഈ യഹൂദന്മാരെ സംബന്ധിച്ച് ദ ഫാർ എൻഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇരിക്കുന്നിടത്തിൽ നിന്ന് ദൂരെ പോകുന്തോറും അവരെന്താ കരുതുന്നത്? ദേ ആർ ഫാർ അവേ ഫ്രം ഗോഡ്. ദാവീദിനറിയാം യഹോവയുടെ പെട്ടകം എവിടെ ഇരിക്കുന്നത്? യെരുശലേമിലാണ് ഇരിക്കുന്നത്. യഹോവയുടെ പെട്ടകം ഹല്ലേലൂയ സമാഗമന കൂടാരത്തിൽ യെരുശലേമിൽ ഉണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിൽ ഉണ്ടെന്ന് ഉള്ളത് പ്രൈസ് ദി ലോർഡ് ദാവീദിന് നന്നായിട്ട് അറിയാം. എന്നാൽ ദാവീദ് ആ സമയത്ത് അബ്ശാലോമിനെ പേടിച്ച് ദൂരത്തായിരിക്കുന്നു. 2 ശമൂവേൽ 17 അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സമയത്ത് ദാവീദ് യോർദാൻ നദിയുടെ അക്കരെ മഹനീയം എന്ന് പറയുന്ന സ്ഥലത്താണ് താൻ ആയിരിക്കുന്നത്. ആ ദേശത്ത് ഇരുന്നു കൊണ്ട് ദാവീദ് നിലവിളിക്കുകയാണ്, ഞാൻ ഭൂമിയുടെ അറ്റത്തായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഐ ആം ഫാർ ഫ്രം ദ ലോർഡ്, ഐ ആം ഫാർ ഫ്രം ദ ടാബർനാക്കിൾ, ഐ ആം ഫാർ ഫ്രം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ഡ്രോ മീ നിയർ ടു യു. ദൈവ സാന്നിധ്യത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ട് എത്തിക്കണമേ, എന്നെ ഒന്ന് അടുപ്പിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, sometimes we may also feel that I am very far from the Lord. ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്ന് ജീവിക്കുകയാണ് എന്ന് നമുക്കും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ധ്യാനത്തിൽ, നമ്മുടെ ഉപവാസത്തിൽ, നമ്മുടെ ദൈവസന്നിധി നമ്മൾ ചെലവിടുന്ന നിമിഷങ്ങൾ എല്ലാം ഓർത്തു നോക്കിയാൽ many times we also feel that I am very far from the Lord. ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്ന് മാറിയിട്ടുണ്ട്. ദാവീദ് ഇവിടെ അബ്ശാലോമിനെ പേടിച്ചാണ് പോയതെങ്കിലും ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? യു ജസ്റ്റ് ഹെൽപ്പ് മീ സോ ദാറ്റ് ഐ ക്യാൻ കം ടു യുവർ പ്രസൻസ്. ദൈവമേ, ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഐ നീഡ് എ ഹെൽപ്പ്. എനിക്കറിയാം തിരുസാന്നിധ്യം ഒത്തിരി ദൂരെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കുന്ന യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന ഇടം എന്നിൽ നിന്ന് വളരെ ദൂരമാണ്. The very ark of God is very far from me. എനിക്കറിയാം ആ ദൈവ സാന്നിധ്യം എൻ്റെ അടുക്കലല്ല. എങ്കിലും ഫ്രം എ ഫാർ ഡിസ്റ്റൻസ് ഐ ആം പ്രേയിങ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് എത്ര ദൂരെ മാറി ചെന്നാലും, എത്ര ദൂരെ മാറിപ്പോയാലും, നിങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ ദൈവം തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി പിന്മാറിപ്പോയെങ്കിലും, ദൈവത്തിൽ നിന്ന് അകന്നു മാറിയെങ്കിലും, ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ ദൈവം തയ്യാറാണ്. ആർക്കെങ്കിലും ഇന്ന് ദൈവമേ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, എന്നെ ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ നടുവിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, ആ ദൈവകൃപയിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ദൈവിക അനുഭവത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, കഴിഞ്ഞ നാളുകളിൽ എന്നിൽ പകർന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഏത് ദൂരത്ത് പോയാലും, ഏത് അകന്നു മാറിയ സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ അത് അല്പം കൂടെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. ലീഡ് മീ ടു ദ റോക്ക് ദാറ്റ് ഈസ് ഹയർ ദാൻ ഐ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലീഡ് മീ ടു ദ റോക്ക് ദാറ്റ് ഈസ് ഹയർ ദാൻ ഐ. പ്രൈസ് ദി ലോർഡ്. അതായത് എന്നെക്കാട്ടിലും ഉയരമുള്ള ഒരു പാറയിലേക്ക് എന്നെ എന്ത് ചെയ്യണം? എന്നെ ആക്കണമേ, എന്നെ നിർത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. സോ ഹി ഈസ് പ്രേയിങ്, ലോർഡ് ഹൈഡ് മീ ഓർ ഹൈഡ് മീ ഇൻ എ റോക്ക്. എന്നെ എന്ത് ചെയ്യണം? വലിയൊരു ഉയർന്ന ഉന്നതമായ ഒരു പാറയിലേക്ക് എന്നെ എത്തിക്കണം. മാത്രമല്ല അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ലീഡ് മീ ടു ദ റോക്ക് ദാറ്റ് ഈസ് ഹയർ ദാൻ ഐ. എന്നെക്കാട്ടിലും ഉയർന്ന ഒരു പാറയിലേക്ക് എന്നെ എത്തിക്കണമേ. ലോർഡ് ഹൈഡ് മീ, ലീഡ് മീ ടു ദ റോക്ക് ദാറ്റ് ഈസ് ഹയർ ദാൻ ഐ. ഈ പാറ പലപ്പോഴും ദാവീദിൻ്റെ ഭാഷയിൽ പാറ എപ്പോഴും എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത്. 40-ാമത്തെ സങ്കീർത്തനം എന്താ വായിക്കുന്നത്? 40-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, നാശകരമായ ചേറ്റിൽ നിന്നും എന്നെ എന്ത് ചെയ്യുന്നു? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാറ എന്നത് പ്രൈസ് ദി ലോർഡ് തിരുവചനത്തിൽ സ്റ്റെബിലിറ്റി, സ്ട്രെങ്തിനെയാണ് കുറിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാവീദ് പാടുകയാണ്, കർത്താവേ എന്നെ അത്യുന്നതമായ ഒരു പാറയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കണമേ. ഹൈഡ് മീ ഇൻ എ സേഫ് പ്ലേസ്. അതുമാത്രമല്ല
hide me in a place where that is higher than I. എന്നെക്കാട്ടിലും ഉയർന്ന ഒരു ഒരു പാറയിൽ എന്നെ കൊണ്ട് ആക്കണമേ. പ്രൈസ് അല്ലോ. നമുക്കറിയാമല്ലോ, ഈ വിമാനത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വലിയ അമ്പരചുംബികളായിരിക്കുന്ന ബിൽഡിങ്ങൊക്കെ എത്ര വലുതാണെങ്കിലും വിമാനത്തിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ആയിരിക്കും? ഒരു പൊട്ട് പോലെ കാണത്തുള്ളൂ അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരിക്കുന്ന ബുർജ് ഖലീഫ ആണെങ്കിൽ പോലും ഒരു ഫ്ലൈറ്റ് ഇരുന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ടൈനി സ്പോട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് പറഞ്ഞത്, പ്രൈസ്, എന്നെ ഉയർന്ന അത്യുന്നതമായൊരു പാറയിലേക്ക് എത്തിച്ചാൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളും, ജീവിതത്തിൽ ഉണ്ടായ പല പ്രശ്നങ്ങളും, പ്രൈസ് ദി ലോർഡ്, ദൈവം മുമ്പാകെ ഞാൻ ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം എനിക്ക് വളരെ ചെറുതായി കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദാവീദ് പറയാണ്, ലോർഡ് ഹൈഡ് മീ ഇൻ എ ഹയർ റോക്ക് ദാൻ ഐ. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ഒരു പദം എന്നെക്കാട്ടിലും ഉയരമുള്ള ഒരിടത്ത് നിർത്തണമെന്ന് ദാവീദ് പറയാൻ കാരണം, പ്രൈസ് ദി ലോർഡ്, പല പ്രശ്നങ്ങളുടെയും, ദാവീദിൻ്റെ പല ജീവിതത്തിലുണ്ടായ പല പ്രതിസന്ധികളുടെയും കാരണം ദാവീദ് തന്നെയാണെന്ന് ദാവീദിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ പറയുന്ന അബ്ശാലോമിനോടുള്ള ബന്ധത്തിലും എല്ലാം ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ എല്ലാം എന്തുണ്ടായിട്ടുണ്ട്? ദാവീദിൻ്റെ കയ്യിലിരിപ്പ്, ദാവീദിൻ്റെ പാപം, ദാവീദിൻ്റെ കയ്യിലെ പ്രശ്നങ്ങളെല്ലാം എന്തുണ്ട്? ഇതിനെല്ലാം പരിണിത ഫലമായി തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, ദാവീദിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ദാവീദ് പല അവസരങ്ങളിലും പാപത്തിൽ വീഴുകയും പാപത്തിൻ്റെ പരിണിത ഫലം താൻ അനുഭവിക്കുകയും ചെയ്യുകയാണ്. നാഥാൻ പ്രവാചകൻ ഒരിക്കൽ ബേത്ശേബയുമായുള്ള ബന്ധത്തിൽ ഊരിയാവിനെ കൊന്നപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീ ഇത് അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കും. അപ്പോൾ ദാവീദ് അറിയാം, വാട്ട് ഓൾ തിങ്സ് ഐ ആം ഫേസിങ്. എൻ്റെ ജീവിതത്തിൽ ഈ അബ്ശാലോം ഇട്ട് ഓടിക്കുന്നതും ശൗലിട്ട് ഓടിക്കുന്നതും ഇതെല്ലാം എന്തിൻ്റെ കാരണമാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയ ചില പാപത്തിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എന്നെക്കാട്ടിലും ഉയരമുള്ള ഒരു അത്യുന്നതമായ പാറയിൽ എന്നെ നിർത്തണം. കാരണം മെനി ടൈംസ് മൈ പ്രോബ്ലംസ്, മൈ സിൻ ആൻഡ് എവറിത്തിങ് ദാറ്റ് ഐ ഡു ബിക്കംസ് എ പ്രോബ്ലം ഫോർ മീ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാരവും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെതായ പ്രോബ്ലംസ് പലപ്പോഴും എന്നെ തകർക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഞാനാകുന്നതിൽ നിന്നും പോലും എന്നെ ഉയർത്തി ഒരു ഉയരമായ പാറയെങ്കിൽ അത്യുന്നതമായ പാറയിൽ എന്നെ കൊണ്ടെത്തിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികൾക്കും കാരണം ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പല പ്രോബ്ലംസിനും കാരണം ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടായ ചില പരാജയങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടായതായ ചില തിക്തമായ അനുഭവങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടായ പാപത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താണുപോകാൻ, ദൈവസന്നിധിയിൽ അകന്നു പോകാൻ കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, കർത്താവേ, ഞാനാകുന്നതിൽ നിന്ന് ലിഫ്റ്റ് മീ ലോർഡ് ഹയർ ദാൻ ഐ. എന്നെക്കാട്ടിലും ഒരു ഉയരമുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ. എൻ്റെ പാപത്തിൻ്റെ അനുഭവങ്ങൾ ഉയർന്നു നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ തിക്തമായ പാപത്തിൻ്റെ അനുഭവങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഞാൻ ചെയ്തതായ തെറ്റുകൾ ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഹൈഡ് മീ ഇൻ എ റോക്ക് ദാൻ ഐ. എന്നെക്കാട്ടിലും ഉയരമുള്ള ഒരു അത്യുന്നതമായ പാറയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് മനസ്സിലായി, ഐ കാനോട്ട് റിസോൾവ് മൈ പ്രോബ്ലംസ്. എൻ്റെ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ കഴിയത്തില്ല. അതിന് പറ്റുന്നത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം മുമ്പാകെ കർത്താവെ ഉന്നതമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഉന്നതമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒന്ന് ചെറുതാക്കണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലെ പ്രോബ്ലംസിനെ ഒന്ന് ചെറുതാക്കണമേ. എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്ന് ചെറുതാക്കണമേ. ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. എന്നെ ഒന്ന് ഉയർത്തണമേ. എന്നെ അത്യുന്നതമായ ഇടത്തിലേക്ക് എന്നെ ഒന്ന് ഉയർത്തണമേ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ പല പ്രശ്നങ്ങളും നിസ്സാരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് ദാവീദിൻ്റെ പ്രാർത്ഥനയായിരുന്നു, ദാവീദിൻ്റെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന. ഹല്ലേലൂയ. എന്താണ്? ലോർഡ് ഹിയർ മൈ ക്രൈ. എൻ്റെ നിലവിളി കേൾക്കണമേ. ലോർഡ് ഹെൽപ്പ് മീ. എന്നെ സഹായിക്കണമേ. ഭൂമിയുടെ അറ്റത്തു നിന്ന് ഞാൻ ആയിരിക്കുന്നു, എന്നെ സഹായിക്കണമേ. ലോർഡ് ഹല്ലേലൂയ ഹൈഡ് മീ ഇൻടു എൻ ഹയർ റോക്ക്. അത്യുന്നതമായ പാറയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. എന്നാൽ കേൾക്കണോ, ഈ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ടെന്നുള്ളത് ദാവീദ് കൺഫേം ചെയ്യുകയാണ്. സോ
ഡേവിഡ് ഈസ് കൺഫേമിങ് ഇൻ ഹിസ് സോങ്. തൻ്റെ ആരാധനയിൽ താൻ വിളിച്ചു പറയുകയാണ്, യെസ്, വെൻ ഐ ക്രൈ ഔട്ട്, ഞാൻ നിലവിളിക്കുമ്പോൾ ദർ ഈസ് എ പ്രൊട്ടക്ഷൻ ഓഫ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ദൈവം വിശ്വസ്തനാണെങ്കിൽ അവൻ എന്നെ സഹായിക്കും. ദൈവം വിശ്വസ്തനാണെങ്കിൽ അവൻ എന്നെ കരുതിക്കൊള്ളും. ദൈവം വിശ്വസ്തനാണെങ്കിൽ അവൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും. ദാവീദിന് ഉറപ്പുണ്ട്. ദാവീദ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണമേ. ദാവീദ് പറയാണ്, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് ടെല്ലിംഗ് in such a form that for you have been a refuge for me, a tower of strength against my enemies. You have been, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നീ എനിക്കൊരു സങ്കേതമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ വേദനകൾ കടന്നു വന്നപ്പോഴും നിരാശകൾ കടന്നു വന്നപ്പോഴും ഒരു ദൈവ പൈതലിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സോറോസ് ദാറ്റ് ഹി ഫേസ്ഡ്, ഹി വാസ് ഏബിൾ ടു നോ ദർ ഈസ് എ സോവറിൻ ഗോഡ്. ഹല്ലേലൂയ. അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. എന്നെ കൺട്രോൾ ചെയ്ത ദൈവമുണ്ട്. എൻ്റെ വഴികളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഹല്ലേലൂയ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഞാൻ കണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനറിയാം, ഒരു സിംഹം തൻ്റെ ആടുകളെ പിടിക്കാൻ വന്നപ്പോൾ അതിനെ വലിച്ചു കീറിയ അനുഭവം തനിക്ക് അറിയാം. ഒരു കരടി വന്നപ്പോൾ അതിനെ വലിച്ചു കീറിയത് ദാവീദ് ഓർക്കുന്നുണ്ട്. ഇതൊന്നും ദാവീദിൻ്റെ കഴിവല്ല, ഇതൊന്നും ദാവീദിൻ്റെ ശ്രേഷ്ഠതയല്ല. ദൈവം തന്നിൽ പകർന്ന ദൈവകൃപയും ദൈവശക്തിയുമാണ്. ഗോലിയാത്ത് ദാവീദിൻ്റെ നേരെ ആഞ്ഞെടുക്കുകയാണ്. ഗോലിയാത്ത്, മല്ലനായ ഗോലിയാത്ത്, ബാലനായിരിക്കുന്ന ദാവീദിന് നേരെ ആഞ്ഞെടുത്തപ്പോഴും ദാവീദ് ഒരൊറ്റ കല്ലുകൊണ്ട് ആ ഗോലിയാത്തിനെ വീഴ്ത്തി പ്പോൾ എൻ്റെ കഴിവ് കണ്ടില്ലേ എന്നല്ല ദാവീദിന് മനസ്സിലായത്. ദാവീദിന് മനസ്സിലായി, പ്രൈസ് ദി ലോർഡ്, അത്യുന്നതനായ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ടാണ്, ഇസ്രായേലിൻ്റെ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം തരണം ചെയ്തത്. ഇത് അവസാനം വന്നു നിൽക്കുന്നു. തനിക്ക് നേരെ ഉയർന്നു വന്ന അബ്ശാലോം മരണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അബ്ശാലോമിനെ ദൈവം നീക്കി, ഗോലിയാത്തിനെ ദൈവം നീക്കി. പ്രൈസ് ദി ലോർഡ്. സിംഹത്തെയും കരടിയെയും ദൈവം മാറ്റി. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ തനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. there was a realization of God's provisions. അപ്പോൾ നോക്കിക്കേ, ദൈവം എങ്ങനെയാണ് തന്നെ സഹായിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ there is a realization that God is a God of provisions. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എല്ലാം നൽകി തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. that means എൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ അനുഭവിച്ചതായ അത്ഭുതങ്ങൾ, that is a reference for today's problem. Hallelujah. The performance of God in our past is the hallelujah is the reference for God's miracle for tomorrow. നാളത്തേക്കുള്ള എൻ്റെ ജീവിതത്തിലെ അത്ഭുതത്തിൻ്റെ റെഫറൻസ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്നതാണ് നാളെയും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്നുള്ളതിൻ്റെ അടയാളം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഇന്നലെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു അത്ഭുതം കിട്ടിയിട്ടില്ലെങ്കിൽ പറ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടില്ലെങ്കിൽ പറ. ഇന്നലകളിൽ നിങ്ങൾക്ക് അത്ഭുതം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ ക്ലിയർ എവിഡൻസ് ദാറ്റ് പെർഫോമൻസ് ഓഫ് ഗോഡ് ഇൻ യുവർ പാസ്റ്റ് ലൈഫ് ഈസ് എ ക്ലിയർ എവിഡൻസ് ദാറ്റ് ഗോഡ് ഈസ് സ്റ്റിൽ ഏബിൾ ടു വർക്ക് ഫോർ യു ടുമോറോ. നാളെയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്നലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത്. Praise the Lord. So realization of God's provision. ദൈവം എനിക്ക് വേണ്ടി കരുതും. ജീവിതത്തിൽ പല വിഷയത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. there is a God who will provide. There is a God of provisions. If you have enjoyed the God's provision in your past life, ഇന്നലകളിൽ ദൈവത്തിൻ്റെ പെർഫോമൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, that is a clear evidence that God is acting for you. God is still acting for you. God is still alive for you. ദാവീദിന് മനസ്സിലായി, അത്യുന്നതമായ ഹല്ലേലൂയ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരുന്നുവല്ലോ. You has been a tower of refuge. Praise the Lord. For realization of God's provision. മാത്രമല്ല, there is also a realization of God's protection.
പ്രൈസ് ദി ലോർഡ്. അവിടെ ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, ഈ ഉറപ്പുള്ള ഗോപുരമായിരുന്നുവല്ലോ. പ്രൈസ്, നീ എനിക്ക് സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്കും നിങ്ങൾക്കും ഉറപ്പുള്ളവനായി. പ്രൈസ്, there is a great protection under God's control. ദൈവത്തിൻ്റെ ഹല്ലേലൂയ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വലിയ പ്രൊട്ടക്ഷനാണുള്ളത്. ഹല്ലേലൂയ. അവിടെ പറയും, നീ എനിക്ക് ഉറപ്പുള്ള ഗോപുരമായിരുന്നു. ഗോപുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുരാതന കാലത്ത് the tower was built. That is the safest place when an enemy come and attack a person or attack a region. ഒരു പ്രദേശത്തെ ആക്രമിക്കാൻ വരുമ്പോൾ വളരെ സേഫായിട്ടുള്ള സ്ഥലമാണത് ദ ടവർ. അവിടെ വേണമെങ്കിൽ ആൾക്കാർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം, ആൾക്കാർക്ക് ഇരിക്കാം. നിലത്ത് ഗ്രൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവർ ദേ ആർ വെരി വീക്കാണ്. അവർക്ക് എപ്പം വേണേലും ആക്രമണങ്ങൾ അവരുടെ നേരെ ഉണ്ടാകാം. എന്നാൽ ടവറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നവർക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവർക്ക് ദൂരെ നിന്ന് ശത്രു വരുന്ന കാണാം. ഒന്നത്, രണ്ട്, ഈ ശത്രുവിന് ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറി ആക്രമിക്കാനും സമയമെടുക്കും. സോ ടവർ ഈസ് ഓൾവേസ് എ സേഫ് പ്ലേസ് ഫോർ ദ സോൾജേഴ്സ്. ഈ പടയാളികൾക്കെല്ലാം വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ് ഈ ടവർ. എന്നാൽ പ്രശ്നമുണ്ട്, ഈ ടവർ ഇടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ അതിനെ തകർത്ത് കളഞ്ഞാൽ ആ എത്ര വലിയ ടവറിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നെന്ന് പറഞ്ഞാലും there are chances of attack, there are chances of death. അവിടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ടവർ പോലും പല സമയത്തും തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദാവീദ് പറയാണ്, യു ആർ എ റെഫ്യൂജ്, നോട്ട് എ സിമ്പിൾ റെഫ്യൂജ്. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഫോർ യു ഹാവ് ബീൻ എ റെഫ്യൂജ്, എ സ്ട്രോങ് ടവർ, ദ ടവർ ഓഫ് സ്ട്രെങ്ത് അഗൈൻസ്റ്റ് ദി എനിമി. എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ ഉറപ്പുള്ള ഗോപുരം എന്ന് പറഞ്ഞാൽ ശത്രു വരുമ്പോഴും നല്ല നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ശത്രു വന്നാലും ഹല്ലേലൂയ ഒരു ടവർ ബെഡിൽ പ്രൈസ് ദി ലോർഡ് എനിക്ക് എപ്പോൾ സുഖകരമായിട്ട് ഉറങ്ങാം. കാരണം എനിക്ക് ദൈവമായി തന്നിരിക്കുന്നത് ഉറപ്പുള്ള ഒരു ഗോപുരമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഉറപ്പുള്ളതാണ്. പ്രൈസ് ദി ലോകം ഒരുപക്ഷെ ഹല്ലേലൂയ തകർക്കുന്നതായിരിക്കാം, തകർക്കാൻ സാധ്യതയുള്ളതായിരിക്കാം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ലോകം ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പലതിനെയും തകർത്ത് കളയുമായിരിക്കാം. നമ്മുടെ പ്രതിയോഗി പലപ്പോഴും പലതും നമ്മളിൽ നിന്ന് നശിപ്പിക്കുമായിരിക്കാം. എന്നാൽ ദൈവം നമ്മെ സംരക്ഷിച്ചാലുണ്ടല്ലോ, ദൈവം നമ്മെ കാത്തുപരിപാലിച്ചാലുണ്ടല്ലോ, ദൈവം തരുന്നത് ഉറപ്പുള്ള ഗോപുരത്തിൻ്റെ അനുഭവമാണ്. സോ ദർ ഈസ് എ പ്രൊട്ടക്ഷൻ ഓഫ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ് by realization of God's provision and by the realization of God's protection. അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ എന്ത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് എ പ്രൈസ് ഓഫ് എ ട്രസ്റ്റിംഗ് ഹല്ലേലൂയ സോൾ ഓർ എ ട്രസ്റ്റിംഗ് സെയിൻറ്റ്. ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ്റെ ആരാധനയാണ്. ദ പ്രൈസ് ഓഫ് എ പേഴ്സൺ ഹു ട്രസ്റ്റ് ഓൺ ദ ലോർഡ്. ദൈവത്തിൽ ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുന്ന, ആശ്രയിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, പ്രൈസ്, ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ദർ ഈസ് എ പ്രൈസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, പ്രൈസ് ടു ലിവ് ഇൻ കമ്മിറ്റ്മെൻറ്റ്. ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു സ്ഥിരതയോടെ ഞാൻ ദൈവസന്നിധിയിൽ ചിലവഴിച്ചോളാമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ പറയുകയാണ്. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. I will abide in your tabernacle forever. നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലയത്തിൽ ദാവീദിന് സ്ഥിരമായിട്ട് പാർക്കാൻ കഴിയത്തില്ല. കാരണം ഹീ ഈസ് നോട്ട് കമ്മിങ് ഫ്രം എ പ്രീസ്റ്റ്ലി ക്ലാസ്. ഒരു പുരോഹിത കുടുംബത്തിലുള്ള വ്യക്തിയല്ല ദാവീദ്. സോ ഡേവിഡ് കാനോട്ട് ഓൾവേസ് എൻ്റർ ഇൻ ടു ദിസ് പ്ലേസ് വെയർ മേ ബി ഇൻ ടു ദ ടാബർനാക്കിൾ. അപ്പോൾ അതൊരു ഒരു ലേവി പാരമ്പര്യത്തിലുള്ള ആളാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഇവിടെ ദാവീദ് കൂടാരത്തിൽ ഇരിക്കുന്ന കാര്യമല്ല
വാസ്തവത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തേക്ക്, ടു ദി വെരി പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ കമ്മിറ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഐ ആം കമ്മിറ്റിംഗ് മൈ ലൈഫ് ടു ദാറ്റ് അറ്റ് എ പോയിന്റ് ദാറ്റ് ഐ ക്യാൻ ബി ഓൾവേസ് ഡ്വെൽ ഇൻ യുവർ പ്രസൻസ്. നിന്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും ആയിരിക്കാനായി ഹല്ലേലൂയ ദാവീദ് തന്നെ ഒരുക്കുകയാണ്. അബൈഡിങ് ഇൻ ഗോഡ്സ് പ്രസൻസ് ഓൾവേസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരിക എന്ന് പറയുന്നത് കേവലം ഈ ആരാധന ഹാളിൽ വരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം എന്ന് പറയുന്ന ആ ഒരു ഓൾട്ടർ കോളിൽ വരേണ്ട ഇടമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പാസ്റ്ററോ ആരെങ്കിലും ഒരാൾ ഹല്ലേലൂയ നിങ്ങൾക്കൊരു ആഹ്വാനം തരുമ്പോൾ വന്നപ്പോൾ ദൈവ സാന്നിധ്യത്തോട് ചെല്ലാം എന്നതായിരിക്കരുത്. മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും യു ഷുഡ് കമ്മിറ്റ് യുവർ ലൈഫ് ദാറ്റ് ഐ വിൽ ഡ്വെൽ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും ആയിരിക്കും. ദൈവ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കും. അത് ഞാൻ ജോലി ചെയ്യുന്ന സമയമായിക്കൊള്ളട്ടെ, ഞാൻ വാഹനം ഓടിക്കുന്ന സമയമായിക്കൊള്ളട്ടെ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയമായിക്കൊള്ളട്ടെ, ഞാൻ യാത്ര ചെയ്യുന്ന സമയമായിക്കൊള്ളട്ടെ, ഞാൻ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയമായിക്കൊള്ളട്ടെ, ഞാൻ വീട്ടിലായിരിക്കുന്ന സമയമായിക്കൊള്ളട്ടെ, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയമായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എന്നേക്കും ഹല്ലേലൂയ അനുഭവിക്കുവാനായി നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ഐ കമ്മിറ്റ് മൈ ലൈഫ് ഹല്ലേലൂയ ടു യുവർ പ്രസൻസ്. Praise to live in a commitment. Praise the Lord. Hallelujah. മാത്രവുമല്ല അവിടെ ഒരു കാര്യം കൂടെ പറയുന്നു, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ശരണം പ്രാപിക്കുന്നു. തനിക്ക് ഒരു കാര്യം മനസ്സിലായി, എത്ര ശത്രുക്കൾ ഉയർന്നു വന്നാലും ഇറ്റ് ഈസ് നോട്ട് വിത്ത് മൈ സോഡ് ദാറ്റ് ഐ ആം ഹല്ലേലൂയ ഫൈറ്റിംഗ്, ബട്ട് I am just hiding myself. ഹല്ലേലൂയ. എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? നിൻ്റെ ചിറകിൻ്റെ മറവിൽ ലെറ്റ് മി ടേക്ക് റെഫ്യൂജ് ഇൻ ദ ഷെൽട്ടർ ഓഫ് യുവർ വിങ്സ്. ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുന്ന ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നുവോ, പ്രൈസ് അതുപോലെ ഹല്ലേലൂയ മുഴുവനായി പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഏത് നിമിഷവും നമ്മെ പരിപാലിക്കുന്ന ആ ദൈവ സാന്നിധ്യം. അതുകൊണ്ട് ദാവീദ് വിളിച്ചു പറയാണ്, മൈ പ്രൈസ് ഈസ് ഫോർ ലോർഡ് ഓൺ മൈ കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ ബി protected, I will be covered by the wings of my Lord. എൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. I will take refuge in the shelter of God's wing. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ചിറകിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും സുരക്ഷിതമായിരിക്കും. So I am praising God with confidence. വളരെ സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്, ദൈവം എന്നെ പരിപാലിച്ചോളും. ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടെയാണ് ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ രാത്രികാലം നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചന ഇതാണ്. പ്രൈസ് ദി ലോർഡ്. യു ആർ അണ്ടർ ദി ഹല്ലേലൂയ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിലാണ് നിങ്ങളായിരിക്കുന്നത്, അതിൻ്റെ അണ്ടറിലാണ് നിങ്ങളായിരിക്കുന്നത്. എത്ര പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ല. യു ആർ കവേർഡ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ്. സോ ടേക്ക് ദാറ്റ് കോൺഫിഡൻസ്. ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ട്, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ട്, ഐ ആം അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ അടിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. സോ ദർ ഈസ് എ കോൺഫിഡൻസ്. അബ്ശാലോം തനിക്കെതിരെ ഉയർന്നു നിന്നപ്പോഴും പ്രൈസ് ദി ലോർഡ് താൻ ഒന്നും ചെയ്തില്ല, താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്ശാലോം തനിയെ തൻ്റെ മുടി കുരുങ്ങി താൻ മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ദാവീദിനെ ദൈവം എല്ലായിടത്തും സംരക്ഷിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ ഉയർന്നു വരുന്നതായി ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ, ആ ഒരു ബലമുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നേരെ ഉയർന്നു വരുന്ന ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ ജോലിയിടത്തായിക്കൊള്ളട്ടെ, ഏത് ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മുടെ കൊളീഗ്സ് നമ്മളോട് വ്യവഹരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ ബോസ് നമ്മളോട്
സംസാരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ടേക്ക് എ കറേജ്, ടേക്ക് എ കോൺഫിഡൻസ് ദാറ്റ് ഐ ആം അണ്ടർ ഹിസ് വിങ്സ്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല. ഐ വിൽ ബി കവേർഡ്, സോ ഐ വിൽ പ്രൈസ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അതിന് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അതുകൊണ്ട് വാടിയ മുഖത്തോട് നമുക്ക് ആയിരിക്കണ്ട, വാടിയ മുഖത്തോട് നമുക്ക് ഇരിക്കണ്ട. ഐ ആം അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത്. ജോലി പോയോ സാരമില്ല, ഹല്ലേലൂയ, ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ കാത്തു പരിപാലിക്കും എന്നുള്ള കോൺഫിഡൻസിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ടിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.